ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ശ്രീലേഖ ഉണ്ണിത്താൻസ് വേൾഡ്. അപ്പോൾ ഇന്ന് ഓണമായിരുന്നു. ഓണത്തിന് ഞങ്ങൾക്ക് ഓഫീസിൽ അവധിയൊന്നും ഇല്ലായിരുന്നു. അപ്പം ഓണത്തിന് ഉച്ചയ്ക്ക് എനിക്കൊരു മലയാളി ഭക്ഷണം കഴിക്കണമെന്ന് വളരെ ആഗ്രഹമുണ്ടായിരുന്നു. അടുത്തൊരു സൗത്ത് ഇന്ത്യൻ കഫേയിൽ പോയി അവിടെ പോയിട്ട് ഒരു ദോശ തിന്ന് ഞാൻ ഓണം ആഘോഷിച്ചു. പക്ഷെങ്കിൽ വൈകിട്ട് വന്നപ്പം എന്തെങ്കിലും ഓണത്തിൻ്റെ സ്പെഷ്യലായിട്ടൊന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു തട്ടിക്കൂട്ട് പയർ പ്രഥമനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. തട്ടിക്കൂട്ട് പയർ പ്രഥമൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് ചെറുപയർ പരിപ്പ് അതെടുത്ത് ഞാൻ ഒന്ന് വറുത്തെടുത്തു. ഒരു റെഡ് കളറാകുന്ന വരെ വറുത്തെടുത്തു. അത് കഴിഞ്ഞിട്ട് അത് കഴുകിയിട്ട് ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ച് ഞാനൊരു 3 വിസിൽ വരുന്നവരെ ഇതൊന്ന് വേവിക്കാൻ വെക്കുകയാണ്. അപ്പം നമ്മൾ ഈ പായസത്തിൽ ഇടാൻ വേണ്ടിയിട്ട് ശർക്കര ഒരു അധികമൊന്നുമില്ല, 150 ഗ്രാമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഷുഗറുണ്ട്, അപ്പോൾ കുറച്ച് മധുരമൊക്കെ കുറഞ്ഞ് മതി. അപ്പോൾ ഈ ശർക്കരയൊക്കെ എൻ്റെ കൂടെയുള്ള ഒരു മോക്ഷത മാഡമുണ്ട്. മോക്ഷത മാഡം ശർക്കരയൊക്കെ പൊട്ടിച്ച് വെച്ചു. ഇനി നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയില്ല, അണ്ടിപ്പരിപ്പും ബദാമും ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ കുക്കറിനൊരു വിസിൽ വന്നു കഴിഞ്ഞിട്ട് ഞാൻ അടുത്തത് എന്താ ചെയ്യുന്നതെന്ന് കാണിക്കാം. ആ സമയത്ത് നമ്മൾ 1 ലിറ്റർ പാല്, നല്ല പാലാണ്, അത് നമ്മൾ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. കാരണം ഇതിൽ നമ്മുടെ തട്ടിക്കൂട്ട് പായസമാണ്, ഇത് തേങ്ങാപ്പാലൊന്നുമല്ല, സാധാരണ പാലാണ് ഒഴിക്കുന്നത്. ചെറുപയർ പരിപ്പ് വേവിച്ചെടുത്തു. അതിലേക്ക് ഞാൻ ശർക്കരപ്പാനി ചേർത്ത് വരട്ടിയെടുക്കാൻ പോവുകയാണ്. നമ്മൾ ശർക്കരയും അതുപോലെ തന്നെ ചെറുപയർ പരിപ്പും കൂടെ നമ്മൾ ഇങ്ങനെ ഒന്ന് വേവിച്ചെടുക്കുകയാണ്, ഒന്ന് വരട്ടിയെടുക്കുകയാണ്. അപ്പോൾ അത് വേവുകയാണ്. അതിൽ ഓൾറെഡി ശർക്കരയുടെ വെള്ളമുണ്ട്. അതിലേക്ക് ഞാൻ കുതിർത്ത 2 സ്പൂണ് ചവ്വരി ചേർത്ത് കൊടുക്കുന്നു. അപ്പോൾ ചവ്വരി ഇതിൽ കിടന്നൊന്ന് വെന്ത് വരണം. ശർക്കരയും പയറും അതിൻ്റെ കൂടെ തന്നെ ശർക്കരയും പയറും അതിൻ്റെ കൂടെ ഇത്തിരി ചൗരിയുണ്ട്, അതെല്ലാം കൂടെ വെന്ത് നല്ല ടെക്സ്ചറായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 സ്പൂണ് ഏലക്കപ്പൊടി, ഏലക്കായും പഞ്ചസാരയും കൂടെ പൊടിച്ചത് ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് ഞാൻ തീയൊന്നൊക്കെ കുറച്ചിട്ട് പശുവും പാൽ ഒഴിച്ച് കൊടുക്കാൻ പോവുകയാണ്. നമ്മുടെ പായസത്തിലേക്ക് ഞാൻ പാല് ചേർത്ത് കൊടുത്തു. ഈ പാലെന്ന് പറഞ്ഞാൽ ഒരു നിയർലി ഒരു 1/2 ലിറ്റർ പാലുണ്ടായിരുന്നു, കൊഴുപ്പുള്ള പാലാണ്. അത് ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ഞാൻ തിളപ്പിച്ചില്ല. കാരണം ഞാൻ റിസ്ക് എടുക്കണ്ടെന്ന് വെച്ചു. ചിലപ്പോൾ ഈ ശർക്കരയിൽ പുളി ഉണ്ടെങ്കിൽ ഈ പാല് ചീത്തയായി പോകാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ ശർക്കരയിൽ പാലൊഴിച്ച് കൊടുത്തു. 1/2 ലിറ്റർ പാലുണ്ട്. അപ്പം ഞാൻ ആക്ച്വലി ഇത് ഓഫ് ചെയ്തിട്ടാണ് ഒഴിച്ച് കൊടുത്തത്. തിളപ്പിച്ച പാലാണ് ഒഴിച്ച് കൊടുത്തത്. ഇനി ഇത് ഒഴിച്ചിട്ട് പിന്നെ അത് തിളപ്പിച്ചില്ല, കാരണം ചിലപ്പം ഈ പാല് ചീത്തയായി പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും അതുപോലെ തന്നെ തേങ്ങാക്കൊത്തും വറുത്തിടണം. ആക്ച്വലി മുന്തിരിങ്ങ ഇല്ല എൻ്റെ അടുക്കൽ. ഞാൻ അണ്ടിപ്പരിപ്പും ബദാമും അതുപോലത്തെ തേങ്ങാക്കൊത്തുമാണ് വറുത്തിടുന്നത്. പായസത്തിലേക്ക് അണ്ടിപ്പരിപ്പ്, അതുപോലെ തന്നെ ബദാം, അതുപോലെ തേങ്ങാക്കൊത്ത് വറുത്തു ചേർത്തു. പായസം റെഡിയാണ്. നമ്മുടെ ഇവിടുത്തെ ശർക്കരയ്ക്ക് ഒരു തരം കറുപ്പ് നിറമല്ല, ഒരു ബ്രൗൺ നിറമാണ്. അതുകൊണ്ടാണ് പായസം ഇങ്ങനെ ഒരു തരം ബ്രൗൺ നിറത്തിൽ ഇരിക്കുന്നത്. അല്ലാതെ ടേസ്റ്റിന് യാതൊരു കുഴപ്പമില്ല. അപ്പോൾ എൻ്റെ തട്ടിക്കൂട്ട് പായസം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യണം. വീണ്ടും ഒരു വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം. അതുപോലെ എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ.